ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും ക്രിസ്റ്റലിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അടുത്തതായിട്ട് ടീച്ചിങ് ലെവലിലോട്ട്, ടീച്ചിങ് ഫീൽഡിലോട്ട് വരുന്ന ഗവൺമെന്റിന്റെ എക്സാമിനേഷൻ ആയിട്ടുള്ള HSA സോഷ്യൽ സയൻസിനെ കുറിച്ചുള്ള ഏതാനും ചില എക്സാമിന്റെ വിവരങ്ങൾ പറഞ്ഞു തരിക എന്നുള്ളതാണ്. ഒരുപക്ഷെ ആദ്യമായിട്ട് ഈ ഒരു എക്സാമിനേഷനെ കുറിച്ച് കേൾക്കുന്ന അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി പോകുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന രൂപത്തിലോട്ട് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ടത്, ഒരു ഹൈസ്കൂൾ അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റിലോട്ട് കേരള PSC ഇങ്ങനെ ഒരു റിക്രൂട്ട്മെന്റ് എക്സാമിനേഷൻ നടത്തുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കേരളത്തിലെ എത്രമാത്രം നമ്പർ ഓഫ് സ്കൂൾസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിൽ സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റുകളുടെ ഒരു വേക്കൻസി എത്രമാത്രം ഉണ്ടാകും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യാം. ഓക്കെ, ഒരു 3 വർഷങ്ങൾക്ക് ശേഷമാണ് എക്സാമിനേഷൻ വരുന്നത് എന്നുണ്ടെങ്കിൽ എത്രമാത്രം വേക്കൻസികൾ അപ്പോൾ നിലവിൽ ഉണ്ടായേക്കാം. ഇങ്ങനത്തെ ചില തോട്ടുകൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം ഉണ്ടാവുക. എന്നിട്ട് നമുക്ക് ഇതിന്റെ ഡിസ്കഷൻ വരുന്ന സമയത്ത് ഞാൻ സിലബസ് 2 പാർട്ടാക്കിയിട്ട് ഡിവൈഡ് ചെയ്യേണ്ടി പറ്റും. ഓക്കെ, അതിൽ സിലബസ് ഡീറ്റെയിൽഡ് ആയിട്ട് എൻ്റെ കയ്യിലുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ നൽകുന്നതാണ്. ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ മാത്രമാണ് ഇപ്പൊ നിലവിൽ ഉദ്ദേശിക്കുന്നത്. അതിൽ പാർട്ട് എയിൽ വരുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കുക നിങ്ങൾ. പാർട്ട് എയിൽ പറയുന്നത് 3 മൊഡ്യൂൾസ് ആണ്. അതിലാണ് റിനേസ ആൻഡ് ഫ്രീഡം മൂവ്മെന്റ് എന്ന് പറയുന്നത്. അതിൽ സ്പെസിഫിക്കലി എന്ത് പറഞ്ഞിട്ടില്ല, കേരള റിനേസയാണോ എന്ന് സ്പെസിഫിക്കലി പറഞ്ഞിട്ടില്ല. അതായത് നമുക്ക് 2 രീതിയിൽ ഇത് പഠിക്കാൻ വേണ്ടി പറ്റും. ഇന്ത്യൻ റിനേസൻസും കേരളയും പഠിക്കാം. സെയിം കേരള ഫ്രീഡം മൂവ്മെന്റും കേരള റിനേസയും പഠിക്കാം എന്നുള്ളതാണ്. ഓക്കെ, സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന ഒരു എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ ഇതിൽ ബാക്കി കുറച്ച് സബ്ജക്റ്റുകൂടെ വരുന്നുണ്ട്. ഹിസ്റ്ററി വരുന്നുണ്ട്, ജോഗ്രഫി വരുന്നുണ്ട്, പൊളിറ്റിക്കൽ സയൻസ് വരുന്നുണ്ട്, ഇക്കണോമിക്സ് വരുന്നുണ്ട്. ഐ ക്യാൻ ഷോ യു ദാറ്റ്. അപ്പൊ അതിന്റെ അകത്ത് തന്നെ ആക്ച്വലി സിലബസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ ഈ ടോപ്പിക്സ് കയറി വരുന്നുണ്ട്. അപ്പൊ ഈ മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് ആക്ച്വലി നിങ്ങളുടെ സോഷ്യൽ സയൻസിന്റെ ഇന്റഗ്രേറ്റഡ് പാർട്ട് ആണെന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. അതിന്റെ മറ്റൊരു ഇന്റഗ്രേറ്റഡ് പാർട്ടാണ് ഈ കാണുന്ന ജനറൽ നോളജ് എന്ന് പറയുന്നത്. അതായത് പാർട്ട് എ പഠിക്കുന്ന ഒരു കുട്ടി ഏറ്റവും കൂടുതൽ ഫോക്കസ് നൽകേണ്ടത് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഐ ക്യാൻ ഒബ്വിയസ്ലി സേ ദാറ്റ് മെത്തഡോളജി ഓഫ് ടീച്ചിങ് സബ്ജക്ട് എന്ന് പറയുന്ന ഒരു ഏരിയയെ കുറിച്ചാണ്. BEd ഒക്കെ പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് ഒരു പക്ഷേ എന്തായാലും അത് കൃത്യമായിട്ട് മനസ്സിലാവും. BEd പഠിച്ചവർക്കാണല്ലോ എക്സാമിനേഷൻ എഴുതാൻ പറ്റുക. അപ്പൊ അതിൽ തന്നെ കുറെ കോൺസെപ്റ്റുകൾ പറയുന്നുണ്ട്. ഏകദേശം നമുക്കൊരു 6-7 ക്ലാസ് എടുക്കാനുള്ള അല്ലെങ്കിൽ പഠിക്കാനുള്ള ടോപ്പിക്കൽ ഈ മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദ സബ്ജക്ട് എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റിന്റെ അകത്ത് വരുന്നുണ്ട്. ഡിഫറെന്റ് ടോപ്പിക്സ് വരുന്നുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ നമ്മളൊരു വെബിനാർ ആയിട്ട് സ്പെഷ്യൽ ആയിട്ട് പിന്നീട് സംഘടിപ്പിക്കും. അപ്പൊ അതിന്റെ വിവരങ്ങൾ നിങ്ങളെ അറിയിക്കാം. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ അപ്പ് ചെയ്യുക, എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് എന്ന രീതിയിൽ ഇതിൽ നമുക്ക് പാർട്ട് എ ഉണ്ട്. അതിൽ 3 മൊഡ്യൂൾസ് ആണുള്ളത്. ഈ 3 മൊഡ്യൂൾസ് ആയിട്ട് നിങ്ങൾക്ക് ഏകദേശം 20 മാർക്സ് ആണ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് 100 മാർക്ക് 20 മാർക്ക് ഇവിടെ നിന്നായിരിക്കും വരിക. അപ്പൊ സോഷ്യൽ സയൻസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഈ റിനേസ GK ഓൾറെഡി നല്ലൊരു കവറിങ് നമ്മുടെ ഡീറ്റെയിൽഡ് സിലബസിൽ വരുന്നുണ്ട്. അതിന് പുറമെ നമുക്ക് മെത്തഡോളജി ടീച്ചിങ് ആണ് കുറച്ചുകൂടെ ഇവിടുന്ന് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടി വരിക എന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. അതൊരു അഡ്വാൻറ്റേജ് ആണ്. അതേസമയത്ത് പാർട്ട് ബിയിലോട്ട് വരുമ്പോൾ നമുക്ക് 8 യൂണിറ്റുകളാണ് പഠിക്കാനുള്ളത്, 8 മൊഡ്യൂളുകൾ എന്ന് പറയാം. മൊഡ്യൂൾ 1 വേൾഡ് ഹിസ്റ്ററി പഠിക്കാനുണ്ട്. മൊഡ്യൂൾ 2 ഇന്ത്യൻ ആൻഡ് കേരള ഹിസ്റ്ററി ഉണ്ട്. ഇവിടെയാണ് ഞാൻ പറഞ്ഞ ഫസ്റ്റത്തെ ആ റിഫോർമേഷനും ഫ്രീഡം മൂവ്മെന്റും കയറി വരുന്നത്. ദെൻ എക്കണോമിക്സിൽ തന്നെ 2 ടോപ്പിക് ഉണ്ട്. തിയററ്റിക്കൽ പാർട്ട് ഉണ്ട്. ഇന്ത്യൻ ഇക്കണോമി എന്ന് പറയുന്ന കോൺസെപ്ച്വൽ ആൻഡ് ആസ് വെൽ ആസ് കറന്റ് എക്കണോമിക് സിറ്റുവേഷനുമായി ബന്ധപ്പെട്ടുള്ള ടോപ്പിക്സും പഠിക്കാനുണ്ട്. പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട്. പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ആൻഡ് തിങ്കേഴ്സ്, ഇന്റർനാഷണൽ പൊളിറ്റിക്സും അതുപോലെ തിങ്കേഴ്സും കോൺട്രിബ്യൂഷനും അങ്ങനെയൊക്കെ പഠിക്കാനുണ്ട്. ജോഗ്രഫിയിൽ തന്നെ 2 ഉണ്ട്. ഫിസിക്കൽ ജോഗ്രഫി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കും ഹ്യൂമൻ ആൻഡ് റീജിയണൽ ജോഗ്രഫി എന്ന് പറയുന്ന മറ്റൊരു ടോപ്പിക്കും. അങ്ങനെ വളരെ വിശാലമാക്കപ്പെട്ടിട്ടുള്ള ഒരു സിലബസ് നമുക്ക് HSAക്ക് വേണ്ടി തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ HSAയുടെ സിലബസും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയും അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഈ ഒരു വെബിനാറിൽ, നമ്മുടെ അപ്കമിങ് വെബിനാറിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് സെക്ഷനിലും കൊടുക്കാം. നിങ്ങൾ അത് ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതായത് HSA എഴുതാൻ പറ്റുന്ന ആൾക്കാർ. ഇനി ആർക്കാണ് HSA എഴുതാൻ പറ്റുന്നത്, ഇത്രയും കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചു വെച്ചോ. ഓഫ്ലൈൻ എക്സാമിനേഷൻ ആയിരിക്കും. 100 മാർക്കിനാണ് പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്നത്. 1 മണിക്കൂറും 15 മിനിറ്റും ഉണ്ടാവും. നിങ്ങൾക്ക് പഠിക്കാൻ ഇപ്പൊ എത്ര ടോപ്പിക് ഉണ്ട്? 8 യൂണിറ്റ് നമ്മൾ രണ്ടാമതിൽ പറഞ്ഞു, പിന്നെ 3 യൂണിറ്റ് അവിടെയും പറഞ്ഞു. 11 യൂണിറ്റ് ടോട്ടലി പഠിക്കാനുണ്ട്. 100 മാർക്കിനാണ്. അതിൽ നെഗറ്റീവ് മാർക്സ് ഉണ്ട് 0.33. അതേസമയത്ത് പാർട്ട് എയിൽ 20 മാർക്കിനും സോഷ്യൽ സയൻസിന് മാത്രമായിട്ട് 80 മാർക്കിന് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യും. ഇതിന് നിങ്ങൾക്ക് വേണ്ട ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഡിഗ്രി ഉണ്ടായിരിക്കണം ഡെഫിനറ്റ്ലി ഒരു സോഷ്യൽ സയൻസ് സബ്ജക്റ്റിൽ, പിന്നെ BEd ഉണ്ടായിരിക്കണം, പ്ലസ് കാറ്ററ്റ് ക്വാളിഫൈ ചെയ്തിരിക്കണം. ഇങ്ങനത്തെ ആൾക്കാർക്ക് മാത്രമാണ് എക്സാമിനേഷൻ എഴുതാൻ പറ്റുകയുള്ളൂ.
അപ്പോൾ ഈ HSA എക്സാമിനേഷനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആൾക്കാർ തീർച്ചയായിട്ടും അത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളോട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള ഒരു കാര്യം, എക്സാമിനേഷനെ കുറിച്ച് നമ്മൾ ആദ്യം മനസ്സിലാക്കി തുടങ്ങുമ്പോൾ മാത്രമാണ് നമുക്ക് പരിപൂർണമായിട്ടുള്ള പഠനം ആരംഭിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ചെയ്യേണ്ടതുള്ളൂ. അതിന്റെ ഭാഗമായിട്ട് ക്രിസ്റ്റൽ സംഘടിപ്പിക്കുന്ന കേരള HSA സോഷ്യൽ സയൻസ് സ്പെഷ്യൽ വെബിനാർ ഈ വരുന്ന ഓഗസ്റ്റ് 15-ന് 7:30 മണിക്ക് ഓൺലൈനായിട്ട് സൂം സെഷനായിട്ട് നടക്കുന്നുണ്ട്. താല്പര്യമുള്ള ആൾക്കാർ ഒന്ന് ഓഫീസ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക കമന്റ് സെക്ഷനിലോ കൊടുത്തിരിക്കുന്ന ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സുമായിട്ട് എന്ത് ചെയ്യുക ഈ ഇൻഫോർമേഷൻ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. സോ ഇതാണ് ബേസിക് ആയിട്ട് നിങ്ങൾ HSA സോഷ്യൽ സയൻസ് എക്സാമിനേഷനെ കുറിച്ച് ഒരു ഫസ്റ്റ് ലെവൽ ഇൻഫോർമേഷൻ എന്ന രീതിയിൽ അറിഞ്ഞിരിക്കേണ്ടത്. ഇത് അറിഞ്ഞിരുന്ന ആൾക്കാർ ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോന്ന് എന്തൊക്കെ പഠിക്കണം എന്നുള്ളതിന്റെ കാര്യം കൂടി അറിയാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഫർദർ അപ്ഡേറ്റുകൾ ലഭിക്കുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് എന്തായാലും വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ദാറ്റ്സ് ഓൾ. താങ്ക് യു.